കേരളത്തിലാകമാനം ഒരു പുതു യുഗപ്പിറവിയുടെ അലയൊലികൾ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ആറ്റുനോറ്റിരുന്ന ഒരു പുതിയ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുകയാണ്. ആകമാനമുള്ള എല്ലാ മേഖലകളിലും കാര്യമായ പരിവർത്തനമുണ്ടാകുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. കഴിഞ്ഞ 10 വർഷമായി ശ്രീ പിണറായി സർക്കാരിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും പ്രത്യേകമായി 2 മന്ത്രിമാരെ നിയോഗിച്ചുകൊണ്ടായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ മുൻകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ വകുപ്പിനെ ഒറ്റ വകുപ്പായി കണക്കാക്കി അതിൻ്റെ പൂർണ്ണ ചുമതല ഒരു മന്ത്രിയെ ഏൽപ്പിക്കുകയായിരുന്നു പതിവ്. അതുകൊണ്ട് കാര്യമായ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിന് ഒരു പക്ഷേ 2 മന്ത്രിമാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു വിഭജനമായിരുന്നോ എന്ന് സംശയിച്ചാലും അധികപ്പറ്റാവുകയില്ല. ഇവിടെ നമ്മൾ പ്രധാനമായി ഇനി കാണേണ്ടത് ഈ പുതിയ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവിടെ കേരളത്തിലെ ഒരു പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സാമ്പ്രദായികമായ വിദ്യാഭ്യാസ രീതി കുറേ ബിരുദധാരികളെ സൃഷ്ടിച്ച് തെരുവിലേക്ക് അയക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ആളുകളുടെ സംഖ്യ അനുദിനം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യുവാക്കളിൽ പല ആളുകളും അസ്വസ്ഥരായി ധനാഗമ മാർഗത്തിന് വേണ്ടി മറ്റ് ക്രിമിനൽ നടപടികളിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. അതായത് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വ്യാപാര മേഖലകളിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പോലും ചെന്നുപെടുന്ന അത്യന്തം ദയനീയമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് ഇന്ത്യയിലാകമാനമുണ്ട് എന്ന് പറഞ്ഞാലും അധികപ്പറ്റല്ല. അതിൻ്റെ പ്രധാനമായ കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലുമായി യാതൊരു തരത്തിലുള്ള പ്രാഗൽഭ്യവുമില്ല, തൊഴിൽ നൈപുണ്യമില്ല എന്നതുകൊണ്ട് ഈ ബിരുദധാരികളെ ആരും തന്നെ ഉൽപ്പാദന മേഖലയിൽ ജോലിക്കെടുക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു രംഗം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിലൂടെ പ്രായോഗിക പരിശീലനം ലഭിക്കുന്ന ഒരു സംവിധാനം, വ്യാവസായവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വ്യാവസായിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള പരിശീലനം ലഭിക്കുവാൻ, ഇൻറ്റേൺഷിപ്പ് ലഭിക്കുവാനൊക്കെയുള്ള രീതിയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പോലും പ്രായോഗിക പരിജ്ഞാനമില്ല എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത്. സാമ്പ്രദായിക രീതിയിൽ പുറത്തിറങ്ങുന്ന ബിരുദധാരികൾക്ക് ഒരു തൊഴിലിനും പ്രാഗൽഭ്യമില്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നൈപുണ്യ വികസനം പ്രധാനമായ ഊന്നൽ കൊടുത്ത് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ അതിരൂക്ഷമായിരിക്കുന്ന കേരളത്തിലെ അഭ്യസ്തവിദ്യരായരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കൂട്ടായ ശ്രമം ഇതിനാവശ്യമാണ്. സർവകലാശാലകളുടെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള വൈസ് ചാൻസലർമാർ, അക്കാദമിക വിദഗ്ധന്മാർ എല്ലാവരും ചേർന്നുള്ള കൂട്ടായ്മയിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റിയെങ്കിൽ മാത്രമേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അന്യദേശങ്ങളിൽ പോയാൽ പോലും തൊഴിൽ ലഭ്യമാവുകയുള്ളൂ എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ മറ്റ് പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് കണ്ട ഒരു ചിത്രമാണ് കേരളത്തിലെ SSLC പരീക്ഷയിൽ 99.3% വിജയം. ഈ 99.3% വിജയിച്ച കുട്ടികൾ സങ്കടകരം എന്ന് പറയട്ടെ, ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 7ാം ക്ലാസ്സിലെ കണക്ക് പോലും ഗുണിക്കാനും ഹരിക്കാനും കൂട്ടാനും കുറയ്ക്കാനുമുള്ള കഴിവില്ലാത്തവരാണ് എന്ന് വളരെ വലിയ വിശദമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഭാഷ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല,
തെറ്റുകൂടാതെ സംസാരിക്കുന്നതിനും എഴുതുന്നതിനും പ്രാഗൽഭ്യമില്ലാത്ത കുട്ടികളെയാണ് നമ്മൾ ഈ 100% വിജയമുണ്ട് എന്ന് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്നത്. എത്ര ദയനീയമായ ഒരു കാഴ്ചയാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് 30 വർഷങ്ങൾക്ക് മുൻപ് SSLCയുടെയൊക്കെ വിജയ ശതമാനം 46%, 48%, 50% പോലും അസാധാരണമായിരുന്നു. ഇപ്പോൾ 99.03 എന്ന് പറയുന്ന ഊതിപ്പെരിപ്പിച്ച ഈ വിജയ ശതമാനം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ പിന്നോട്ടടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ശരിയായ രീതിയിൽ പുഷ്ടിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയും അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വഴി വെച്ചെങ്കിലേ പറ്റുകയുള്ളൂ, അതിന് വിധേയമാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കതിരിൽ കൊണ്ട് വളം വയ്ക്കുന്നതിന് പകരം താഴേക്കിടയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുകയും ക്രമാനുഗതമായ വളർച്ചയിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര പരിഷ്കാരങ്ങൾ വരുത്തി തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പുതിയ മന്ത്രിസഭ, ഈ വരുന്ന തിങ്കളാഴ്ച അധികാരത്തിലേൽക്കുന്ന പുതിയ മന്ത്രിസഭ, അതിനകത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻപിലുള്ള വെല്ലുവിളികൾ വളരെ കടുത്തതാണ്, വളരെ ശക്തിയേറിയതാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലും എല്ലായിടത്തും ശ്രദ്ധ പതിച്ച് സമാധാന അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുവാൻ, രാഷ്ട്രീയ അതിപ്രസരമില്ലാത്ത നയരൂപീകരണം നടത്തുവാൻ, അധ്യാപകർ രാഷ്ട്രീയത്തിന് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും സമാധാന അന്തരീക്ഷത്തിൽ ഒരു വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ കേരളത്തിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രതീക്ഷയാണ് പുതിയ സർക്കാരിൽ കേരളത്തിലെ പൊതുസമൂഹം വെച്ചു പുലർത്തുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, പൊതുസമൂഹമൊക്കെ വളരെയേറെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൂടിയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകാൻ പോകുന്ന പരിഷ്കാരങ്ങളെ നോക്കിക്കാണുന്നത്. അതിന് പ്രാഗൽഭ്യവും പക്വതയും ശേഷിയുമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും വീക്ഷണവും ദർശനവുമെല്ലാം കേരളത്തിൻ്റെ മുഖച്ഛായയെ മാറ്റിമറിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതി, പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയൊക്കെ മാറ്റി യഥാർത്ഥത്തിൽ പ്രായോഗിക പരിശീലനമുള്ള, തൊഴിലിന് ഉപയുക്തമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ ദർശനമുള്ള ഒരു ഭരണകൂടം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എല്ലാ പൊതുസമൂഹവും, കേരളത്തിലെ മാത്രമല്ല എല്ലാ മലയാളികളും വളരെയേറെ കൗതുകത്തോടും ജിജ്ഞാസയോടും ആശങ്കയോടും കൂടെ നോക്കിയിരിക്കുന്നത്.